എല്ലാവർക്കും സ്റ്റീൽ ദ ഫെയറിലേക്ക് സ്വാഗതം. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കുടിക്കുന്ന പോലെയുള്ള ലൈം ജ്യൂസ് വീട്ടിലെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ജ്യൂസ് ഒഴിക്കാനെടുക്കുന്ന ഈ കപ്പിൽ 1.25 കപ്പ് വെള്ളം കൊള്ളും. അതുകൊണ്ടാണ് ആ ഒരു അളവിന് വെള്ളം എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്ന പോലെ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ 8 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 4 പീസ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു നാരങ്ങയുടെ പകുതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുക്കുമ്പോൾ ഇത് വല്ലാണ്ട് അരഞ്ഞു പോകാത്ത രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് അരഞ്ഞു പോയാൽ കയ്പ്പ് കൂടുതലായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അഥവാ ഒരുപാട് അരഞ്ഞു പോകുമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത്രയും നാരങ്ങ ചേർത്ത് കൊടുക്കരുത്. ഒരു 2 പീസ് ആദ്യം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ 2 പീസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അരഞ്ഞു പോയാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ അധികം അങ്ങോട്ട് അരഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കുടിക്കുന്ന അതേ ജ്യൂസിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ ഇത് ഒരുപാട് നേരം വെച്ചിരിക്കരുത്. നമ്മൾ അടിച്ചെടുത്ത് അപ്പം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടെയുള്ള ലൈം ജ്യൂസ് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ പൊടിച്ച പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ 4 പീസ് നാരങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഒരു നാരങ്ങയുടെ പകുതി. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മുന്തിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അത് ചേർക്കുമ്പോൾ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വലുതായിട്ടുണ്ടാവത്തില്ല. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ഐസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.25 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞിരിക്കുന്നത് കാരണം നമ്മളിത് ഒരുപാട് അടിക്കേണ്ടി വരത്തില്ല. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നല്ലൊരു പിങ്ക് കളറുണ്ട്, എന്നാൽ ലൈം ജ്യൂസിൻ്റെ ടേസ്റ്റുമാണ്. അത് നമ്മൾ ആ മുന്തിരി ചേർത്ത് കൊടുത്തുകൊണ്ട് ആ ഒരു കളറ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ലൈം ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്